ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. മുടി കൊഴിച്ചിലും താരനും മാറ്റി മുടി നല്ലപോലെ വളരാനാണ് ഈ ഓയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ആദ്യം നമ്മൾ കറ്റാർ വാഴയാണ് മുറിച്ചെടുക്കുന്നത്. ഇതിനൊരു മഞ്ഞക്കറയുണ്ട്, അത് കളഞ്ഞതിന് ശേഷം മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ എടുക്കുന്നത് പനിക്കൂർക്കയാണ്. പിന്നെ കീഴാർനെല്ലി, ഇതെല്ലാം മുടിക്ക് നല്ലതാണ്. ഈ ചെടിയുടെ പേര് പൂവാങ്കുരുന്നില എന്നാണ്. അപ്പോൾ നമുക്കതും എടുക്കാം. പിന്നെ കയ്യോന്നി, പല സ്ഥലങ്ങളിലും പല പേരാണ് ഈ ചെടികൾക്ക് പറയുന്നതെന്ന് തോന്നുന്നു. പിന്നെ തുളസിയില ആവശ്യത്തിന് നമുക്ക് എടുക്കാം. ഈ ചെടിയുടെ പേരാണ് കേശവർദ്ധിനി. ഇതിൻ്റെ പൂവും ഇലയും നമുക്ക് എണ്ണ കാച്ചാൻ എടുക്കാം. പിന്നെ എടുക്കേണ്ടത് ചെമ്പരത്തിയിലയും പൂവാണ്. പൂവില്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. നിങ്ങൾ എടുക്കുമ്പോൾ ചെമ്പരത്തി പൂവും കൂടെ എടുക്കണം. കുറച്ച് മൈലാഞ്ചി ഇലയും കൂടെ നമുക്ക് എടുക്കാം. പിന്നെ 1-2 കൊച്ചുള്ളി ചേർത്താൽ മതി. ഞാനിപ്പോൾ 3 എടുത്തുപോയി. 2 നെല്ലിക്കയും കുറച്ച് ഉലുവയും. ഉലുവ നമുക്കത് കുതിർത്തിട്ടും എടുക്കാം, അല്ലാതെ എടുക്കാം. ഞാനിപ്പോൾ അല്ലാണ്ടാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് കറിവേപ്പില എടുക്കണം, കുറച്ചധികം എടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ നമുക്ക് ആര്യവേപ്പും ബ്രഹ്മിയൊക്കെ ചേർക്കാവുന്നതാണ്. ഞാൻ പക്ഷെ അതൊന്നും എടുക്കുന്നില്ല. ഇതെല്ലാം കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആദ്യം ഈ അരപ്പെല്ലാം കൂടെ നമുക്ക് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഗ്യാസ് ഓണാക്കിയതിന് ശേഷമാണ് എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഒരു 10 മിനിറ്റ് വരെ തീ കൂട്ടി വെച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അതിന് ശേഷം തീ കുറച്ച് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് തീ ഓഫാക്കണം. അന്നേരത്തേക്ക് ഇതിനകത്ത് പത ഇങ്ങനെ മാറിക്കിട്ടും. അന്നേരത്തേക്ക് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ തൊട്ട് നോക്കുമ്പോൾ അറിയാനും പറ്റും പാകമായോന്ന്. 2 ആഴ്ച ഉപയോഗിക്കാനുള്ള എണ്ണ മാത്രമാണ് ഇപ്പോൾ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല പച്ച കളറിലെ ഒരു എണ്ണയാണ്. എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കണം.